ഹലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അമ്മയും അനിയത്തിയും രണ്ട് കസിൻ ബ്രദേഴ്സും കൂടെ ഒരു ചിന്ന ട്രിപ്പ് പോവാണ്. കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് ജങ്കാറിലാണ്. ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് പോകാൻ റോഡ് വേ ഉണ്ട്, പക്ഷേ ജങ്കാറിൽ പോകുന്നത് ഒരു രസമായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്നത് മാത്രം ജങ്കാറിലാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആക്ച്വലി അമ്മയുടെ വീട്ടിൽ വിസിറ്റിന് വന്നതാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തോന്നി എങ്ങോട്ടെങ്കിലും പോയാലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ എത്തിയപ്പം ഏകദേശം ഉച്ച സമയമായി. വെയിലൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ പേടിച്ചു, പക്ഷെ ഭാഗ്യത്തിന് വെയിലൊന്നും കിട്ടിയില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, നല്ല കാറ്റും ചെറിയ തണുപ്പൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തെത്തി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വഞ്ചിയിലോട്ട് കയറുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം സ്ഥലം മനസ്സിലായി കാണും. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ കൊല്ലത്തുള്ള മൺറോ തുരുത്താണ്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് കുറേ നാൾ മുന്നേ തൊട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ഞാൻ കൊട്ടിയത്ത് കുറച്ച് നാൾ ഹോസ്റ്റലിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂംമേറ്റ്സ് എല്ലാവരും കൂടെ കുറേ കാലം പ്ലാൻ ചെയ്തതാണ് ഈ സ്ഥലമൊന്ന് കാണണമെന്ന്. പക്ഷെ അന്ന് അതെന്തോ നടന്നില്ല. അങ്ങനെ നമ്മൾ വഞ്ചിയിലുള്ള യാത്ര തുടങ്ങി. ഏകദേശം ഒരു 2 മണിക്കൂർ വരുന്ന യാത്രയായിരുന്നു. 2 മണിക്കൂർ വരുന്ന യാത്രയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത് 1000 രൂപയാണ്. ഒരു വഞ്ചിയിൽ മാക്സിമം ഒരു 7 പേർക്ക് പോവാം. ഇതേപോലെ തന്നെ 1.5 മണിക്കൂറിൻ്റെയും കൂടെ ഉണ്ട്, അതിന് അവർ ചാർജ് ചെയ്യുന്നത് 800 രൂപയാണ്. 2 മണിക്കൂറിൻ്റെ യാത്രയായതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറുന്നതിന് മുന്നേ സ്നാക്സ് ഒക്കെ മേടിച്ചിരുന്നു. പക്ഷേ 10 മിനിറ്റ് കൊണ്ട് അതൊക്കെ കാര്യമായി. അങ്ങനെ ഞങ്ങൾ സൈഡിൽ കണ്ട ഒരു കടയിൽ നിർത്തി സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ കുറേ നേരത്തെ കനാൽ യാത്ര കഴിഞ്ഞ് നമ്മൾ അഷ്ടമുടി കായലെത്തി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഇതായിരുന്നു. അതായത് കായലിൻ്റെ നടുക്ക് ആഴം കുറഞ്ഞൊരു ഭാഗത്ത് അവർ നിർത്തി തന്നു. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ പോകുന്നത് കണ്ടൽ കാടുകളിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന ഒരു ആർച്ച് പോലുള്ള സ്ഥലം അതിതാണ്. നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്പോട്ടാണത്. അങ്ങനെ ഞങ്ങളുടെ ആ ചിന്ന ട്രിപ്പ് ഏകദേശം അവസാനത്തിലേക്ക് എത്തി. അങ്ങനെ എപ്പോഴത്തെയും പോലെ യാത്രാക്ഷീണത്തിൻ്റെ പേരിൽ ഞാനും അമ്മയും കാറിൽ കയറി ഉടനെ തന്നെ നല്ലൊരു ഉറക്കം പാസ്സാക്കി.